അടിമാലിയിൽ കയറി വന്ന തലയമാലി അപ്സരാക്കുന്നിൻ്റെ അവിടെ കയറി വന്ന വഴി എവിടെയാണ് നിൽക്കണത്. ഈ വഴി ഇങ്ങനെ കല്ലാറ് മൂന്നാറ് പോണ വഴിയാണ് എൻ്റെ ബാക്കിൽ വയ്ക്കേണ്ട വഴി. ഈ വഴി നമ്മുടെ അടിമാലിക്കുള്ള വഴിയാണ്. ഈ വഴി വീതിയെ കൂട്ടി പണിത് സെറ്റാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് നിന്ന് ഇറങ്ങിപ്പോകാൻ പോവാണ്. അപ്പോൾ വീതിയെ കൂട്ടി എങ്ങനെയുണ്ട് വഴി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടുന്ന് തിരിഞ്ഞ് റൈറ്റ് വഴിക്കാണ് പോകണേ. നേരെ മൂന്നാറ് കല്ലാറ് ഭാഗത്തേക്ക് പോകണം. ഇത് അടിമാലി താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന വഴിയാണ്. നിങ്ങൾ അടിമാലി ഇനി നോക്കുമ്പോൾ മുകളിൽ കാണുന്ന വെള്ളച്ചാട്ടമില്ല, വെള്ളച്ചാട്ടത്തിന് നേരോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ പോയി നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളമില്ല, മഴയായതുകൊണ്ട്. അടിമാലിയുടെ തൊട്ട് മുകളിലാണ് കേട്ടോ, അടിമാലിയെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന വഴിയാണ് കേട്ടോ അടിമാലി തലയമാലി ഇങ്ങനെ ഇറങ്ങിയ വഴി. പിന്നെ ഇത് നിങ്ങൾ അടിമാലിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സ്രോതസ് ഇതാണ്. അടിമാലിയിൽ ഒരു സുന്ദരമായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടോ, അതെ ഈ വെള്ളച്ചാട്ടമാണ് ഇവിടെ താഴോട്ട് ഒഴുകി വരുന്നത് കണ്ടോ. ഇപ്പോൾ വെള്ളം കുറവാണ്, ഇവിടെ നിറച്ച് വെള്ളമൊക്കെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന വഴിയുണ്ടോ, ഈ വഴിയൊക്കെ മൂടി പോകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ നേരെയാണ് നമ്മൾ അടിമാലിക്ക് താഴോട്ട് ഇറങ്ങി പോകണത്. അപ്പോൾ ഇതാണ് ഗായ്സ്, നിങ്ങൾ അടിമാലിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടം വരുന്ന ആ ഉറവിടം ഇവിടുന്നല്ല അങ്ങ് മുകളിൽ നിന്നാണ്, പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അടിമാലിയിൽ ഇവിടെ നോക്കിയാൽ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല അടിപൊളി കാഴ്ചയിൽ അടിമാലി ടൗണിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ആ മേളിൽ തലമാലി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളായിട്ട് കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ അടിമാലി ടൗണാണ് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ. അടിമാലി കല്ലാറൂട്ട് റോഡ് ഉണ്ടോ, അതിലൂടെ വണ്ടിയൊക്കെ പോകുന്ന നമുക്ക് നല്ല സെറ്റായിട്ട് കാണാം. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴും അത് പഴയ പഞ്ചായത്തിൻ്റെ സൈഡാണ് അത് കണ്ടോ, അവിടെ വണ്ടി വരുന്നതും ഒക്കെ കണ്ടോ. അവിടെ നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. അടിപൊളി. ഇതിലൂടെ ഇങ്ങനെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട് കണ്ടോ, ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കണ്ടോ ഇവിടെയുള്ള കാശ് ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് മാങ്ങ കിടക്കണുണ്ടോ, അടിപൊളി മാങ്ങകൾ ഈ വഴിയുടെ സൈഡിൽ തന്നെ കേട്ടോ. നമ്മൾ പറഞ്ഞ് പറിക്കാവോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്, പഴുത്തുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ കാശ് ഇവിടെ കയറി മാങ്ങ പറഞ്ഞു, പഴുത്തില്ല, പച്ചയാണ്, ചുവച്ചതാ, കുഴപ്പമില്ല, അടിപൊളി. ലൈവായിട്ട് കാട്ടുമാങ്ങയാണെന്ന് എനിക്ക് തോന്നാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിർത്തിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നു കേട്ടോ. ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യൂ ആണെന്നാണ് പറയണേ, നല്ല രസമുള്ള കാഴ്ചയാണെന്നാണ് ആളുകൾ പറയുന്നത്. വർഷക്കാലല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങി വന്നൊരു സൂക്ഷിക്കണം, ഡേഞ്ചറാണ്. ഇങ്ങനെ വഴുക്കലായിട്ട് തെന്നി കിടക്കുവാണ്, എന്നിട്ട് വളരെ സൂക്ഷിക്കണം കേട്ടോ. ഈ വെള്ളം വരുന്നത് പാറയും കാര്യങ്ങളാണ്. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നാട്ടോ. അതേ കണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ. അടിമാലി ടൗണിൻ്റെ മുകളിൽ നിന്ന് അടിമാലിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാന്ന് നോക്കി. അടിമാലി ടൗണാണ് നിങ്ങൾ കാണേണ്ടത് കണ്ടോ. അടിമാലി ടൗണിലൂടെ വണ്ടികൾ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. മതി, ഇത് നമ്മുടെ ലൈബ്രറി റോഡാണ് കണ്ടോ, ബസ്സൊക്കെ വരുന്നുണ്ടോ. അത് പഴയ പഞ്ചായത്തിന് അങ്ങോട്ട് വഴി കണ്ടോ, അടിമാലി ടൗൺ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ നിങ്ങൾ വരിക എപ്പോഴെങ്കിലും. അപ്പോൾ ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല അതിമനോഹരമുള്ള കാഴ്ചകളാണ് ഗായ്സ്. നിങ്ങളിത് എൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ. അടിമാലി ടൗൺ മൊത്തം നമുക്ക് ഇത്ര മേളിൽ അടിമാലി ഉന്നതിയിൽ നിന്ന് സ്ഥിതി വളരാം കണ്ടോ. അടിപൊളിയല്ലേ, സൂപ്പർ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇറങ്ങുക. ഈ മഴക്കാലം വരാൻ പോകണം, ഇനി ഇറങ്ങാൻ നിൽക്കരുത്. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഇതുപോലെ സുന്ദരമായിട്ടുള്ള അടിമാലിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് നോക്കിക്കോ, അടിപൊളിയായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്, അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്താ പറയുക, നിങ്ങളിവിടെ വന്ന് നോക്കൂ, ഒരു ദിവസം വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം. ഹായ് ഹായ്, അടിപൊളി. നമ്മൾ അടിമാലി ഇറക്കിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവിടെയാണ് ശരിക്കും വീതി കൂട്ടിയ സ്ഥലം കണ്ടോ. ഇവിടെ നല്ല വീതിയായി, നേരത്തെ വീതി കുറവാണോ. ഇവിടെ ഇറങ്ങി വരുമ്പോൾ നേരത്തെ പേടിയായി കുറവ്, വണ്ടിയൊന്നും തിരിഞ്ഞു വരില്ല, അതുപോലെയാണ്. ഇവിടുത്തെ വീതികളുണ്ടോ, അത്യാവശ്യം വീതിയായി, പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഈ വളവായിരുന്നു ഡേഞ്ചർ ഉള്ളത്. ഇവിടെ വീതിയായി, വണ്ടിയൊക്കെ നല്ല സെറ്റായിട്ട് കയറുന്നുണ്ട്. വണ്ടിയൊക്കെ നല്ല സെറ്റായിട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ നല്ല വീതിയുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അടിപൊളി.
ഇവിടെയൊക്കെ വീതി കൂട്ടി, ഇവിടെ അത്യാവശ്യം വീതി കൂട്ടി. ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെ ഭയങ്കര ഡേഞ്ചറായിരുന്നു, പേടിക്കാനുണ്ടായിരുന്നു ഒത്തിരി. ഇവിടെ എത്രയുടെയാണ് ഇങ്ങോട്ട് വഴിപണി നടന്നുകൊണ്ടിരുന്ന സ്ഥലം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് അടിമാലി ടൗണിലേക്കാട്ടോ. ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണട്ടെ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മുകളിൽ നിന്ന് താഴെ വരെ നല്ല രസമാണ്. ഇവിടെ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ നമ്മൾ പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു ഡേഞ്ചർ വളവുണ്ട് കണ്ടോ. ഡേഞ്ചർ വളവെന്നല്ല പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. ഇവിടെ ഒന്നും അങ്ങനെ പ്രശ്നമെന്നുള്ള വളമല്ല. ഇത് നമ്മൾ കഴിഞ്ഞ അവിടെ ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ഗായ്സ് വെള്ളച്ചാട്ടം നമ്മുടെ ഈ റൈറ്റ് സൈഡിലാട്ടോ. ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല, വേനലാണ്. വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഈ വഴിക്ക് പോകും. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി വീടുകളും കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് കയറി പോകുമ്പോൾ എല്ലാ വണ്ടി കയറി പോകില്ല, നല്ല വലിയുള്ള വണ്ടി വേണം കേട്ടോ. നല്ല കയറ്റാണ്. ഇത് ഇവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ താഴെ ഭാഗങ്ങളിലേക്ക് ഇതുണ്ട്, അവിടെ ഒരു പാലം പോലെ ഉണ്ടോ, വഴിയൊക്കെ ഉണ്ടോ, അതിലൂടെ വെള്ളച്ചാട്ടമാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നല്ല രസമായിരിക്കും ആ സമയത്ത്. അടിപൊളി കാഴ്ചയാണ് അതിലൂടെ വരുമ്പോൾ. ഇതിലൂടെ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇതുണ്ടോ, ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകണയാണ്. ആ മുകളിൽ നിന്ന് തന്നെ വെള്ളം ഇതുണ്ടോ, ആ വീടും ഇതൊക്കെ ഉണ്ടോ, പാലം ഇതൊക്കെ ഇതിലൂടെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് അടിമാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിമാലി ടൗണിൽ എത്തിട്ടോ. ഇതാണ് അടിമാലി ടൗൺ. അപ്സര തിയേറ്ററൊക്കെ ഇരുന്ന സ്ഥലമാണ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നേരെ NH-ലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ അടിമാലി NH-ലെത്തി കേട്ടോ. ഇതാണ് അടിമാലി NH, ഇവിടെ വരുള്ളൂ. ഇപ്പോൾ തലേമാലി ഉന്നതിയിൽ നിന്നും നമ്മുടെ അടിമാലിയിലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.